ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് A35ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ പുതിയ A35 വരുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഗായ്സ് ബോക്സിനുള്ളിലൊരു ഫോൺ, സിം കുത്തി തുറക്കാനായിട്ടുള്ളൊരു ടൂള്, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന മറ്റ് പേപ്പർ വർക്കുകൾ, പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിള്, ഇത്രേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിനുള്ളിൽ വരുന്നത്. ലുക്ക് വൈസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡിസൈൻ, ഗോറില്ല ഗ്ലാസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ക്രീനും അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 55 കണ്ട പോലെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് അതിന്റെ ആ ഒരു ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. മറ്റേതിൽ നമുക്ക് അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പവർ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇവിടെ ആയിട്ട് താഴെയായിട്ട് ടൈപ്പ് സി ചാർജിങ് സ്പീക്കർ ഗ്രില്ല്, പിന്നെ ട്രിപ്പിൾ ക്യാമറ, തൊട്ടടുത്തായിട്ട് മിന്നി തെളിയുന്ന ഒരു ഫ്ലാഷ്. ഇതൊക്കെയാണ് ഇതിന്റെ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് വരുന്നത് 209 ഗ്രാം മാത്രമാണ്. സ്ക്രീൻ പ്രൊട്ടക്ഷൻ വരുന്നത് ഗോറില്ല ഗ്ലാസ് വിറ്റസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഹൈബ്രിഡ് ആണ് ഇതിലും വരുന്ന സിം. നമുക്കിത് ഒന്നെങ്കിൽ നാനോ സിം ആണ് യൂസ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഒരു സിം പ്ലസ് 1 TB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡ് ഈ സിം സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഒന്നെങ്കിൽ മെമ്മറി കാർഡ് പ്ലസ് ഒരു സിം, അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു ഈ സിം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. IP67 ആണ് വരുന്നത്. 1 മീറ്റർ വരെ ഒരു 30 മിനിറ്റ്സ് നമുക്ക് വെള്ളത്തിനടിയിൽ ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് ഫോൺ, അത്യാവശ്യം ക്യാമറ പെർഫോമൻസും, പിന്നെ നോർമൽ യൂസേജ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ബ്രൈറ്റ്നസ്, നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ. ഡിസ്പ്ലേ സൂപ്പർ അമോലെഡിന്റെ 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് A35 കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ടഡ് ആണ്. സ്ക്രീൻ സൈസ് വരുന്നത് 6.6 ഇഞ്ചും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 84.8 ആണ്. ഷാർപ്പ് എഡ്ജസ് അല്ല, ഒരു റൗണ്ടഡ് കോർണർ ആണ് ഇതിന്റെ ഫ്രെയിമിലും ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് കാണാനൊക്കെ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ മെയിൻ ക്യാമറ 50 MB മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 50 MB 1.8 അപ്പർച്ചർ വരുന്ന ഒരു ക്യാമറ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അൾട്രാവൈഡ് ക്യാമറ വരുന്നത് 8 MB ആണ്. 5 MB f2.4 ഒരു മാക്രോയും കൊടുത്തിട്ടുണ്ട്. HDR 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 1080p 60 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇതിൽ ഈ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ക്യാമിൽ. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കുള്ള സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമിന്റെ കാര്യം പറയുമ്പോഴേക്കും 13 MB ഒരു ക്യാമറ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് സി പോർട്ടാണ് ചാർജ് ചെയ്യാനായിട്ടുള്ള പോർട്ട് കൊടുത്തിരിക്കുന്നത്. 25 വാട്ട്സിന്റെ വയേർഡ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5000 mAh ബാറ്ററി ആണ് A35 കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് 14 ആണ് OS വരുന്നത്. ചിപ്സെറ്റ് വരുന്നത് എക്സിനോസിന്റെ 1380 5nm ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നോർമൽ ഡീസന്റ് പെർഫോമൻസ് ഇതിൽ കിട്ടും. ഇതിൽ വരുന്ന സ്റ്റോറേജ് 128 GB 8 GB വരുമ്പോഴത്തേക്ക് 30,999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 34 രൂപയുടെ അടുത്ത് വരും. ഇതിൽ 256 GB 8 GB വേരിയന്റിന്. ഇത് ഒരു ലൈലാക്ക്, ഓസം ബ്ലൂ ആൻഡ് ഓസം നേവി, അങ്ങനെ 3 കളർ വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്. പെർഫോമൻസ് ലെവലിലേക്ക് വരുമ്പോഴേക്കും ഇതിൽ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് 6,34,000 അടുത്ത് ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവലിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് A35ന്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് ഫീച്ചേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.